ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചോറിനൊപ്പം കഴിക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ പൊട്ടറ്റോ ഫ്രൈ ആണ്. ഉരുളക്കിഴങ്ങ് കൊണ്ടുള്ള ഒരു വിഭവമാണ് ഞാൻ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത്. വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡ് വെച്ചിട്ടാണ്, വളരെ സ്വാദിഷ്ടമായിട്ടുള്ളൊരു ഉരുളക്കിഴങ്ങാണിത്. ഉരുളക്കിഴങ്ങിൻ്റെ ഒരു വിഭവമാണ്. ഇതെങ്ങനെ ഉണ്ടാക്കാമെന്നൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു 3 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഒരു ഉരുളക്കിഴങ്ങ് അത്യാവശ്യം വലിപ്പമുള്ളതും, ഒരു മീഡിയം സൈസ്ഡ് ആയിട്ടുള്ള ഉരുളക്കിഴങ്ങ്. അപ്പം ഞാൻ ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഞാനിവിടെ അത് കട്ട് ചെയ്യുന്നതിൻ്റെ ആ ഒരു സൈസ് ഞാൻ കാണിച്ചു തരാം. ഞാൻ നീളത്തിലാണ് ഇത് കട്ട് ചെയ്തെടുക്കുന്നത്. അങ്ങനെ നീളത്തിൽ വേണമെന്നൊരു നിർബന്ധമില്ല. നിങ്ങൾക്കതിങ്ങനെ സ്ക്വയറായിട്ട് കുഞ്ഞ് ക്യൂബായിട്ട് അരിയണം എന്നുണ്ടെങ്കിൽ അങ്ങനെ അരിയാം. ഞാനിപ്പോൾ ഇതുപോലെ നീളത്തിലാണ് അരിഞ്ഞെടുക്കുന്നത്. നമ്മളിപ്പോൾ ഒരു പൊട്ടറ്റോ ഒക്കെ സാധാരണ പൊട്ടറ്റോ ഫ്രൈ ഒക്കെ ഉണ്ടാക്കത്തില്ലേ, ഈ ഒരു ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ, അതേ കണക്കിനാണ് ഞാൻ ഇതേ ഈ നീളത്തിലെടുക്കുന്നത്. അപ്പോൾ ഞാൻ ബാക്കിയുള്ള പൊട്ടറ്റോ കൂടെ ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തിട്ട് വരാം. ഞാനിപ്പോൾ എല്ലാ പൊട്ടറ്റയും ഇതുപോലെ അരിഞ്ഞെടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇത് ഉണ്ടാക്കാനായിട്ട് വെറും ഒരു 10 മിനിറ്റിനകത്ത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ പാൻ ചൂടായി വരുമ്പോൾ ഇതിനകത്തോട്ട് ഒരു 1/4 കപ്പോളം ഉള്ള കടലമാവാണ് എടുത്തിരിക്കുന്നത്. ഗ്രാം ഫ്ലവർ എന്നൊക്കെ പറയില്ലേ, ബേസൻ, അതാണ് എടുത്തിരിക്കുന്നത്. ഇതിനകത്ത് ഇങ്ങനെ ചെറിയ കട്ടകളൊക്കെ എടുക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ ചേർക്കുന്നത് അരിപ്പയിലൊന്ന് അരിച്ചിട്ടാണ് ചേർക്കുന്നത്. അപ്പോൾ നമുക്ക് കട്ടകളൊന്നും ഇല്ലാതെ നല്ല ഫൈൻ പൗഡറായിട്ട് കിട്ടും. സാധാരണ ഈ ഒരു കടലമാവിലൊക്കെ ഇച്ചിരി കട്ടകളൊക്കെ ഇങ്ങനെ എടുക്കുന്നുണ്ടാവും. അപ്പോൾ ഞാൻ ഈ അരിച്ച് ഇട്ടിട്ടാണ് ഞാൻ ഈ പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ എണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല. പാത്രം ഒന്ന് ചെറുതായി ചൂടായി വരാൻ തുടങ്ങുമ്പോൾ നമ്മൾ ഈ ഒരു കടലമാവ് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്കൊരു 3-4 മിനിറ്റ് സമയം എടുത്തിട്ട് ഇതൊരു ലോ ഫ്ലെയിമിൽ നിന്ന് മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റി ഇതിൻ്റെ കളറ് മാറുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇതിൻ്റെ മണമൊക്കെ ഒന്ന് മാറി നല്ലൊരു സ്മെല്ലൊക്കെ വരാൻ തുടങ്ങും. ഇതിൽ നിന്ന് ഒരു മണമൊക്കെ വരാൻ തുടങ്ങും. അതുപോലെ തന്നെ കളറൊക്കെ ശരിക്കും ഒരു ബ്രൗൺ കളറായിട്ട് മാറും. അപ്പോൾ അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഈ കടലമാവിൻ്റെ നിറക്കൊന്ന് മാറി വന്നിട്ടുണ്ട്. നല്ലൊരു സ്മെല്ലാണ് ഇവിടെ വരുന്നത്. നമുക്കിനി ഇത് ഒരു പാത്രത്തിനകത്തോട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഒരു പാത്രത്തിനകത്തോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. കണ്ടോ, നല്ല പൗഡറൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല പൗഡർ തന്നെയായിരുന്നു. അത് നിറക്കെ മാറി നല്ലൊരു മണമൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ടെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അത് മാറ്റി വെച്ചിട്ടുണ്ട്. ഞാൻ ഇതേ പാത്രത്തിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് മുന്നേ ഇതിനകത്തുള്ള കടലമാവിൻ്റെ പൊടി ഞാനൊരു തുണി വെച്ചിട്ട്, നല്ലൊരു വൃത്തിയുള്ളൊരു തുണി വെച്ചിട്ട് ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഒന്ന് കഴുകിയെടുത്താലും മതി. ഇനി പാത്രം ഒന്ന് ചെറുതായിട്ട് ചൂടായി വരുമ്പോഴത്തേക്കും ഇതിനകത്തോട്ട് ഒരു 2.5 ടേബിൾ സ്പൂണോളം ഉള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നതാണ് കൂടുതൽ സ്വാദ്. ഇനി ഇതിനകത്തോട്ട് ഞാനൊരു 1/4 ടീസ്പൂണോളം കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണോളം ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല ജീരകമാണ്. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം ഉഴുന്ന്, നമ്മൾ ഉഴുന്നൊക്കെ മറ്റേ ഇഡ്ലിക്കൊക്കെ ചേർക്കുന്ന അതേ ഉഴുന്ന് തന്നെ. പിന്നെ ചേർക്കുന്നത് ഒരു 1/4 ടീസ്പൂണോളം കടലപ്പരിപ്പ്. ഇത്രയും കാര്യങ്ങളാണ് ചേർക്കുന്നത്. ഇതിനകത്ത് ആ ജീരകം ഓപ്ഷണലാണ്. നിങ്ങൾക്ക് ജീരകത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ചേർക്കണ്ട. പക്ഷേ ഇത് ഉരുളക്കിഴങ്ങൊക്കെ ആയതുകൊണ്ട് ഈ ഗ്യാസിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ ജീരകം ചേർക്കുന്നതാണ് നല്ലത്. പിന്നെ അതൊരു ഫ്ലേവർ കൊടുക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെയൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടിയിട്ടുണ്ട്. ജീരകമൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില ഒന്ന് കീറി കൊടുക്കാം. കറിവേപ്പില ചേർത്ത ഉടനെ ഞാൻ ചേർക്കുന്നത് ചെറിയുള്ളിയാണ്. ചെറിയുള്ളി ഞാനിവിടെ ഒരു 7 ചെറിയുള്ളിയാണ് എടുത്തിരിക്കുന്നത്. ചെറിയുള്ളിക്ക് പകരം നിങ്ങൾക്ക് സവോള എടുക്കാം കേട്ടോ. അത് കുഴപ്പമില്ല. ചെറിയുള്ളി ആണെങ്കിൽ ഇച്ചിരി കൂടെ ഒരു നാടൻ ടേസ്റ്റ് വരുന്നു മാത്രം. ഇനി നമുക്ക് ഇത് ഒത്തിരി അങ്ങ് കരിക്കൊന്നും വേണ്ട. ചെറുതായിട്ട് സവോളയുടെ നിറമൊക്കെ ഒന്ന് മാറി തുടങ്ങിയാൽ മതി. അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിനകത്തോട്ട് ഞാനൊരു 6 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളുത്തുള്ളി ഞാൻ ചതച്ചിട്ടാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഈ വെളുത്തുള്ളിയുടെ പേസ്റ്റ് ചേർക്കുന്നതിനേക്കാളും ഇതുപോലെ ഒന്ന് ചതച്ച് ചേർക്കുന്നതാണ് ഈ ഒരു പൊട്ടറ്റോ ഫ്രൈക്ക് നല്ലത് കേട്ടോ. അപ്പോൾ ഞാനൊന്ന് ഇനി ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. പുള്ളിയുടെ നിരക്കെ മാറി വെളുത്തുള്ളിയുടെ പച്ചമണക്കെ മാറി വരുന്ന സമയത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനകത്തോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പൊക്കെ നമ്മുടെ അളവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇതിനകത്തോട്ട് ഞാൻ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ആദ്യം ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നമുക്ക് ഇച്ചിരി ഒരു റെഡ് കളറൊക്കെ ആയിട്ടാണ് ഈ ഒരു പൊട്ടറ്റോ ഫ്രൈ വരിക. അപ്പോൾ അതുകൊണ്ട് ഒത്തിരി മഞ്ഞൾപ്പൊടി വേണ്ട. പേരിനൊരു 1/4 ടീസ്പൂൺ ചേർക്കുക. ഇനി നന്നായിട്ട് തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം ഞാനിതൊന്ന് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. നമ്മൾ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്.
അപ്പോൾ ഇതാ ഇതിൻ്റെ നിരക്ക് മാറി വന്നിട്ടുണ്ട്. കറക്റ്റ് ഒരു 4 മിനിറ്റ് കേട്ടോ, 4 മിനിറ്റ് എടുത്തു. ഞാനൊരു മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടിരുന്നത്. ഉരുളക്കിഴങ്ങൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉടഞ്ഞു കിട്ടും, നന്നായിട്ട് തന്നെ വെന്തിട്ടുമുണ്ട്. നിങ്ങൾക്ക് ഇനി ഒത്തിരി നന്നായിട്ട് ഉടയണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉടയ്ക്കാം. ഞാനിപ്പോൾ ഇവിടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഉടഞ്ഞിരിക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പതുക്കെ കയ്യിലൊക്കെ വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് കുഴച്ച് എടുക്കുന്നുണ്ട്. അതിങ്ങനെ വേണമെന്നൊന്നുമില്ല, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. ഇപ്പം ഫ്രൈ എന്നൊക്കെ പറയുമ്പോൾ അത് വിട്ട് എടുക്കായിരിക്കും നല്ലത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളതനുസരിച്ച് സമയം കുറയ്ക്കുക. അപ്പോൾ അതാ പൊട്ടറ്റോ ഒക്കെ ഇതാണ്ടോ വെന്തിട്ടുണ്ട്, ഉരുളക്കിഴങ്ങൊക്കെ മുറിയുന്നുണ്ട്. നമുക്കിനി ഇതിനകത്തോട്ട് അല്പം മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം ചേർത്ത് കൊടുക്കുന്നത് കശ്മീരി ചില്ലി പൗഡറാണ്. ഒരു 1/2 ടേബിൾ സ്പൂണോളമുള്ള കശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ 1/2 ടീസ്പൂണോളമുള്ള മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ 1/2 ടീസ്പൂണോളമുള്ള ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് കുരുമുളക് പൊടിയുടെ ഫ്ലേവർ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ പൊടികളൊക്കെ നന്നായിട്ട് തന്നെ മിക്സ് ആകുന്ന തരത്തിൽ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിനകത്തോട്ടാണ് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന കടലമാവിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഇത് നല്ലൊരു കോട്ടിങ് കൊടുക്കും നമ്മുടെ ഒരു പൊട്ടറ്റോയ്ക്ക്. അത് മാത്രമല്ല നല്ല സ്വാദുമാണ്. നമ്മളെപ്പോഴും ഈ പൊട്ടറ്റോ ഒക്കെ നമ്മൾ എത്രത്തോളം നമ്മൾ ഉണ്ടാക്കി ഫ്രൈ ചെയ്തെന്നാൽ പോലും അതിനൊരു ചിലപ്പോൾ ഒരു പ്രോപ്പറായിട്ടുള്ളൊരു ഫ്ലേവർ നമുക്ക് കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. കാര്യം നമ്മൾ മസാലപ്പൊടികളൊക്കെ ചേർത്തെന്നാൽ പോലും. പക്ഷേ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക, ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇതിനകത്ത് നമുക്ക് ഈ ഒരു കടലമാവിൻ്റെ കുത്തും അങ്ങനെയൊന്നും വരത്തില്ല കേട്ടോ. നമ്മൾ അതുകൊണ്ടാണ് അത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നത്. പക്ഷെ നല്ലൊരു കോട്ടിംഗ് ആയിരിക്കും ഇത്. നമുക്ക് ശരിക്കും അത് നല്ലൊരു ഫ്രൈ ആണ്. ഈ ചോറിനൊപ്പം ഇത് മാത്രം മതി നമുക്ക് കഴിക്കാനായിട്ട്. അപ്പം ഞാൻ ഇതിനകത്തോട്ട് അല്പം വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കുന്നുണ്ട്. ഒത്തിരി ഡ്രൈ ആയ പോലെ എനിക്ക് തോന്നി. നമ്മൾ 2.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ആദ്യം ഒഴിച്ചത്. ഞാനൊരു 1/2 ടേബിൾ സ്പൂണോടും കൂടി ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. നമുക്കതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇതാ നമ്മുടെ പൊട്ടറ്റോ ഫ്രൈ ഇവിടെ റെഡിയാണ്. ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഇനി അതുപോലെ നിങ്ങൾക്ക് മല്ലിയില ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അല്പം മല്ലിയിലൊക്കെ മേലെ തൂവി കൊടുക്കാം. അല്ലെങ്കിൽ കറിവേപ്പില ഒന്നും കൂടെ ഒക്കെ ഒന്ന് നല്ലൊരു നാടൻ ടേസ്റ്റ് വരാനായിട്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ഞാനിനി ഇതൊരു സെർവിങ് ബൗളിനകത്തോട്ടൊന്ന് മാറ്റുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ഒരു പൊട്ടറ്റോ ഫ്രൈ റെഡിയാണ്. ഒരു സ്പെഷ്യൽ പൊട്ടറ്റോ ഫ്രൈ ആണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. അതോടൊപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.